തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് കോഴിച്ച സംഭവത്തിൽ ഞാൻ വായിച്ച ഭാഗം അതാണ്. ഇസ്തിംതാഴ് പലതുണ്ട്, പലതരം ഇസ്തിംതാ ഉണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വായിച്ചത്. അല്ലാതെ വസിയത്തു ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചലും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളോ അദൃശ്യവും അബൗദികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീതു ശിർക്കായതിന് 1 ആയത്ത് മോദി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. യൗമഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താ മുൻഗാമി വെക്കുന്നത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണെന്ന് അറിയാറാവണ്ട. ഖുർത്തുബി വായിച്ചു. മുസ്ലിരെ ഖുർത്തുബി വായിച്ചിൽ എവിടെ നിങ്ങൾ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായ തേട്ടം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എവിടെയാണ് ഖുർത്തുബിയിൽ പറഞ്ഞത്? ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി എവിടെയാണ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്? വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചലും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല. യൗമഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, ഏത് താബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞു തരാം, എണ്ണി പറയാം. ഇന്ന സഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബി പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന്. വെറുതെ എല്ലാ കിതാബുമായി വന്നത്. എൻ്റെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത് താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലായില്ലേ? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്നാ പോരെ. ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ. എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ ഖുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഖുർത്തുബി തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ ഖുർത്തുബി വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചലും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റില്ല. ശിർക്കെന്ന വാക്ക് ഖുർത്തുബിയിലില്ല, പക്ഷെ നിങ്ങളുടെ വാദത്തിലുണ്ട്. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വാദത്തിലുണ്ട്. അപ്പൊ വസീലത്ത് ശിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട്? ഖുർത്തുബിയിലില്ല. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലില്ല. പിന്നെ വസീലത്ത് ശിർക്ക് എവിടെയുള്ളത്? നിങ്ങളുടെ വാദത്തിൽ. അപ്പോ ആ നിങ്ങളുടെ വസീലത്ത് ശിർക്ക് എന്ന വാദമുള്ള, ആ വാചകമുള്ള വാദത്തിന് ദലീലായിട്ടാണ് ഉസ്താദെ നിങ്ങൾ അന്നാമിലായി തോതിയത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വായിച്ചത്. അപ്പൊ അതിൽ വരണ്ടേ ഈ വസീലത്തു ശിർക്ക്? അപ്പൊ ഞാനൊരു വാചകം വായിച്ചതിലുണ്ടോ? പണ്ട് ഉസ്താദ് മുസ്ലിയാക്കന്മാർ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒക്കെ ഈ വലിയിൽ പെടും, ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഹസൻ ബസ്രി പറഞ്ഞത് കിതാബിലുണ്ടോ? ഉണ്ട്. അത് ഓതിയത് എന്തിനാ? മരിച്ചവരോട് സഹായം തേടുന്ന ശിർക്കല്ലെന്ന് പറയാൻ, അതിന് ഖുർആന് ദലീലുണ്ടെന്ന് പറയാൻ. ഇതുപോലെ ഇപ്പറഞ്ഞ വാചകം ഖുർത്തുബിയിൽ നിന്ന് നിങ്ങൾ വായിച്ചു സമർത്ഥിക്കുന്നത് എന്തിനാണ്? വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറയാൻ. ഏത് വിഷയത്തിൽ? ജിന്നുകളോട് സഹായം തേടുന്ന, അതും എങ്ങനെയുള്ള ജിന്ന്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട്
നടത്തുന്ന സഹായ തീട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറയാൻ അവിടെയാണ് ദുർവ്യാഖ്യാനം. അതാ ഞങ്ങൾ കൈയോടെ പിടിച്ചത്. അത് ദുർവ്യാഖ്യാനമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി.